ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 690 നമുക്ക് ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ഓൺ 8.25 ലക്ഷം രൂപ. ക്വാളിറ്റി ക്രിസ്റ്റ നോക്കുന്നവർക്ക് ഒരു പെട സാധനം വരുന്നുണ്ട്. അലോയ്സ് ചെയ്തിട്ടുണ്ട്, പ്രൊജക്ടർ ലാംപ്സ്, ഡേ ടൈം റണ്ണിംഗ് ലാമ്പ്, സ്കേറ്റിംഗ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അടിപൊളി ഫാൻസി നമ്പർ 1 ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഗംഭീരമായ വെടിക്കെട്ട് ഓഫറുകളായിട്ട് റിയൽ മോട്ടോഴ്സ് സ്പെഷ്യൽ ഓഫ് വീഡിയോ ആയിട്ടാണ്. ഓഫ് റോഡുകളൊക്കെ നോക്കുന്നവർക്ക് തവണ ഗംഭീര കളക്ഷൻസ് ഉണ്ട്. SUV പ്രീമിയം വെഹിക്കിൾസ് ഒക്കെ തവണ ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ ഈ 7 സീറ്റർ നോക്കുന്നവർക്ക് ചെറിയ പ്രൈസിന് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന SUV 500 നല്ല ബ്ലഡ് റെഡിലൊക്കെ വരുന്ന ഒരു എക്കോ സ്പോർട്ട് വരുന്നുണ്ട്. ഇന്നോവ ക്രിസ്റ്റ 3 ജെനിലൊക്കെ വരുന്ന ഐറ്റം, അതേപോലെ ഇന്നോവകൾ നല്ല അത്യാവശ്യം നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സും ഏകദേശം ഒരു 2-2.5 ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വൃത്തിയായിട്ടുള്ള ഒരു അടിപൊളി വാഹനം വരുന്നുണ്ട്. അതേപോലെ ഫോർച്യൂണറൊക്കെ ഏറ്റവും ചെറിയ പ്രൈസിന്. ഇവിടെ നമുക്ക് ഇനി സാധാരണക്കാരന് വേണ്ടിയിട്ട് ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ i20 സ്പോർട്ട് i20 വരുന്നുണ്ട്. അതേപോലെ തന്നെ വാഗ്നർ. ഈ ഒരു വാഹനത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസിന് മൈലേജ് നോക്കുന്നവർക്ക് CNG ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനമാണ്. ഓട്ടോമാറ്റിക് ആണ്. ഏകദേശം നമുക്ക് അറൗണ്ട് ഒരു 30 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന വാഹനം. അതുപോലെ തന്നെ ഫോർഡിൻ്റെ ആസ്പിയർ വരുന്നുണ്ട്, സെലേറിയ ഓട്ടോമാറ്റിക്, Audi Q3, ജീപ്പ് കോമ്പസ്, അങ്ങനെ എല്ലാ ഐറ്റംസ് വാഹനങ്ങളും ഇവിടെ നമുക്ക് സിറ്റിയുടെ ഒക്കെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് നമുക്ക് സ്വിഫ്റ്റിന്റെ ഡീസൽ ഓട്ടോമാറ്റിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. റിയൽ മോട്ടോഴ്സിലാണ്. അതുകൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ഫസലുക്കാണ്. ഫസലുക്ക വേരിങ്ങള് നമ്മൾ ഗംഭീരമായ ഓഫർ ഇല്ലേ, മാക്സിമം വില കുറച്ചിട്ട് തവണ കൊടുക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് വീഡിയോ ആദ്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ റിയൽ മോട്ടോഴ്സിലേക്ക് എത്തിച്ചേരാം? വേങ്ങര മലപ്പുറം റൂട്ടില് മലപ്പുറം ജില്ലയില് വേങ്ങര എന്ന സ്ഥലത്ത് മലപ്പുറം റൂട്ടില്. അതായത് നമ്മള് പുതിയ ഹൈവേ ഒക്കെ വരുന്ന നമ്മള് കൂരിയാട് നിന്ന് മലപ്പുറം ഭാഗത്ത് സ്റ്റേറ്റ് ഹൈവേയിലാണ്. വേങ്ങര ടൗണിൽ തന്നെയാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. വേങ്ങര കുറ്റാളൂര്. അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ റിയൽ മോട്ടോഴ്സ് വേങ്ങര അടിച്ചു കൊടുത്താൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഫസ്റ്റ് തന്നെ നമുക്കൊരു ഡെയിലി യൂസിന് നല്ല കംഫർട്ടും എന്നാൽ ചെറിയൊരു പ്രൈസിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. വാഗ്നർ, അതായത് ഓട്ടോമാറ്റിക് ആണ്. ഇതിൽ CNG ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലോ. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങൾ? 2017 VXi മൂന്നാമത്തെ ഓണർഷിപ്പാണ്. VXi ആണ് ഓപ്ഷൻ വരുന്നത്. റീപ്ലേസ് കാര്യങ്ങൾ ഒന്നും തന്നെ ഈ വാഹനത്തിന് വന്നിട്ടില്ല. നമുക്ക് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ എത്ര? 4 പുത്തൻ ടയർ, 4 പുത്തൻ കിലോമീറ്റർ, 70,000 കിലോമീറ്റർ. നോ റീപ്ലേസ്. അത് 0 ക്ലെയിം ആണ്. 100% നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. ഡെയിലി യൂസിന് നോക്കുന്നവരെ സംബന്ധിച്ച് ഏകദേശം 30 വരെ മൈലേജ് കിട്ടൂല കിട്ടുന്ന വാഹനമാണ്. CNG ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനമാണ്. എത്ര രൂപയ്ക്ക് എത്ര ചോദിക്കുന്നത് ഈ വാഹനത്തിന്? നമ്മൾ 4,20,000 രൂപ. 4,20,000. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഏകദേശം ഒരു 3 to 3.5 വരെ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ലോൺ കൊടുക്കും. ഒരു 7 ഉറുപ്പിക ഉണ്ടെങ്കിൽ ലോൺ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അതായത് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്നാൽ CNG ഇൻക്ലൂഡഡ് ആണ്, ഓട്ടോമാറ്റിക് ആണ്, മോഡൽ കൂടിയ 0 ക്ലെയിം വരുന്ന ഒരു വാഹനമാണ്. പിന്നെ ഇതിന്റെ അന്നത്തെ ഏറ്റവും ഫുൾ ലോഡ് ആണ്. AC പോസ്റ്ററിംഗ്, 4 ഡോർ പവർ വിൻഡോ, കമ്പനി ഇൻബിൽഡ് തന്നെ സ്റ്റീരിയോ വരുന്നുണ്ട്. അതേപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് മിറേഴ്സ്, റിയറിൽ വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനം. ഇത് നമുക്ക് ഒന്നുകൂടി സ്പോർട്ടി ലുക്കിൽ നല്ല പെർഫോമൻസും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒതുങ്ങിയ അത്യാവശ്യം നല്ലൊരു കിഡ്ലൻ വാഹനമാണ് i20 ക്രോസ് മോഡൽ ആക്റ്റീവ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? ലാസ്റ്റ് ഓപ്ഷൻ ആണ്. 2015 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ്, 90,000 കിലോമീറ്റർ ഓട്ടോ. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ. നമുക്ക് ഫസ്റ്റ് എത്ര മൈലേജ് ഒക്കെ പ്രതീക്ഷിക്കാതെ? ഒരു 20 മേലെ എന്തായാലും കിട്ടും. സോ നല്ല മൈലേജ്, നല്ല പെർഫോമൻസ്. ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡാണ്. കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, ഡ്രൈവർ സൈഡ് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതേപോലെ റിയറിൽ നമുക്ക് AC വെന്റ് വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ചെറിയൊരു സെഗ്മെന്റിൽ കൊടുക്കാൻ പറ്റുന്ന അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡീസൽ വേരിയന്റ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര രൂപ ചോദിക്കുന്നത്? 5,400 രൂപ ചോദിക്കും. 5,400. പക്ഷെ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് 15 മുകളിൽ 16 രജിസ്ട്രേഷൻ ആണ്. ഇത് നമുക്ക് ഏകദേശം 1 lakh ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യാം. ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ 5,20,000. 5,20,000. ഒരു 1 ലക്ഷം താഴെ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. അടുത്ത നല്ലൊരു ക്വാളിറ്റി ക്രിസ്റ്റ നോക്കുന്നവർക്ക് ഒരു പെട സാധനം വരുന്നുണ്ട്. നമ്മൾ 3 ജെന്റെ ഫേസ് കാര്യങ്ങളെല്ലാം വരുന്ന വാഹനമാണ്. അതും നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം അല്ല. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2017 മോഡല് Z ഓട്ടോമാറ്റിക്, വെറും 89,000 കിലോമീറ്റർ. കിലോമീറ്റർ 100% പറയാം. 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയാണ്. 100%. അതായത് നമുക്ക് അൺടച്ചപ്പ് ബോഡി കേട്ടോ. അൺടച്ചപ്പ് ആണ്. ക്ലൈം 0 ക്ലൈം ആണ്. അതിൽ 100% നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വാഹനം അല്ല. ഇന്റീരിയർ നല്ല പെട ഇന്റീരിയർ ആണ്. ടയേഴ്സ് കാര്യങ്ങളെല്ലാം പക്കയാണ് വരുന്നത്. ഫസ്റ്റ് എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് 15.5 ലക്ഷം രൂപ വിത്ത് NOC 15 ലക്ഷം. 2017 15 ലക്ഷം. അതും 2017 മോഡല് Z ഓട്ടോമാറ്റിക് 2.8. ഇത് നമുക്കൊരു കിഡ്ലം ഫോർച്യൂണർ വരുന്നുണ്ട്. ഫോർച്യൂണർ നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഇവിടെ ഉണ്ട്.
ഇതെങ്ങനെയായിരുന്നു ഫസിലിക്ക? 2016 മോഡൽ 2 വീൽ മാനുവൽ. 2 വീൽ മാനുവൽ അതർ സ്റ്റേറ്റ് വെഹിക്കിളാണ്. വിത്ത് NOC നമ്മൾ കൊടുക്കുന്ന പ്രൈസ് 12.25 രൂപ. 12.25. അതായത് ഒരു ബെസ്റ്റ് പ്രൈസിൽ ഒരു സിംഗിൾ ഓണർഷിപ്പ് ആട്ടോ. റീപ്ലേസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത വാഹനമാണ്. 4 ഫുൾ ബട്ടൺ ടയേഴ്സ് എല്ലാം വരുന്നുണ്ട് അല്ലേ? അതായത് നമുക്ക് 2017 മോഡല് 2 വീൽ മാനുവൽ. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ്. മൈലേജ് കാര്യങ്ങളൊക്കെ ഒരു 13 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും. മാനുവൽ ആയതുകൊണ്ട് മൈലേജ് ഉണ്ടാവും. എത്ര രൂപ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ 12.25 12,70,000 വിത്ത് NOC. 16 ലാസ്റ്റ് വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് കൊണ്ടുപോകാം. ഇത് നമുക്കൊരു അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു ഇന്നോവയാണ്. അത്യാവശ്യം നല്ല ആസ്ട്രോമാറ്റിക് അലോയ്സ് ചെയ്തിട്ടുണ്ട്. പ്രൊജക്ടർ ലാംപ്സ്, ഡേ ടൈം റണ്ണിംഗ് ലാമ്പ്, സ്കേറ്റിംഗ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അടിപൊളി ഫാൻസി നമ്പർ 1. ഇത് 2014 മോഡൽ വി ഓപ്ഷൻ നമ്പർ ഏതാണ്? കിലോമീറ്റർ ഒക്കെ എങ്ങനെ? കിലോമീറ്റർ 1,04,000 കിലോമീറ്റർ. ഈ ഒരു നമ്പറിന് നമ്മള് ലക്ഷങ്ങൾ, അതായത് നമുക്ക് KL71 നമുക്ക് ലക്ഷങ്ങൾ വരുന്ന നമ്പറാണ്. അപ്പൊ നമുക്ക് എത്ര രൂപ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന ബസ്സിലൊക്കെ? 9.25 രൂപ. 9.25 അല്ലേ? പക്ഷെ നമുക്ക് എത്ര പേര് ലോണൊക്കെ ചെയ്യാൻ പറ്റും? 5 to 5.5 വരെ ലോണും കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത്. ഇത് ഏതായിരുന്നു ഓപ്ഷന് കാര്യങ്ങളൊക്കെ? 2014 2014 അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ്. സെഡ് അന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 2014. ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.54. പക്കല്ലേ? എല്ലാം പക്ക. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ. അത്യാവശ്യം ടയേഴ്സ് മേജർ ആക്സിഡന്റ് ഉള്ള ഒരു വാഹനം നമ്മളിവിടെ ചെയ്യുന്നില്ല. അപ്പൊ ആ ഒരു കാര്യത്തിൽ നമുക്ക് 100% ഗ്യാരണ്ടി പറയാം. ഇത് അതർ സ്റ്റേറ്റ് വെഹിക്കിൾ ആണോ? നമുക്ക് നമ്പർ വണ്ടിയാണ്. നിലവിൽ നമുക്ക് KL71 നിലമ്പൂർ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വണ്ടിയാണ്. ബസ്സിലൊക്കെ എത്ര രൂപ കൊടുക്കാൻ പറ്റും? 9 രൂപ ചോദിക്കേണ്ട എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഏകദേശം ഒരു 5 രൂപ ലോണും ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് വീണ്ടും ഒരു കിള്ളം ക്രിസ്റ്റ തന്നെയാണ്. നേരത്തെ നമ്മളൊന്ന് പരിചയപ്പെട്ടു. ഇതും 3 തന്നെയാണ് ഫേസ് കാര്യങ്ങളൊക്കെ വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2019 G4+ മാനുവൽ പ്ലസ്. അപ്പൊ നമുക്ക് ഒരു 94,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ കിലോമീറ്റർ ഒരു ഹൈലൈറ്റ് ആണ്. G4+ ആകുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് സെഡിലൊക്കെ വരുന്ന അലോയ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ വരുന്ന ഒരു വാഹനമാണ്. സ്റ്റിയറിംഗില് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരും. സെക്കൻഡ് ഓൺഷിപ്പ് 90,000 കിലോമീറ്റർ. സെക്കൻഡ് ഓൺഷിപ്പിൽ അതർ സ്റ്റേറ്റ് വെഹിക്കിൾ ആണ്. സെക്കൻഡ് ഓൺഷിപ്പിൽ നമ്മൾ നമ്പർ ആക്കിയിട്ട് കൊടുക്കും. നിലവിൽ ഇപ്പൊ സിംഗിൾ ഓണർ ആണ്. നമുക്കൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാം. ഓഫർ പ്രൈസ് കൊടുക്കാം. എത്ര രൂപ കൊടുക്കാം? 14,90,000 രൂപ. 2019 G4+ ആണ്. ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് വാഹനം കൊടുക്കാം. അത് നമുക്ക് ഒരു ഡ്രൈവിംഗ് കംഫർട്ടും എക്സ്പീരിയൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് അത് ചൂസ് ചെയ്യുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ എക്കോസ്പോർട്ട് എന്ന പൊളി വാഹനമാണ്. ആ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ എഫക്റ്റ് അറിയാൻ പറ്റുക അല്ല. KL5 ക്വാർട്ടർ രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2019 ടൈറ്റാനിയം അന്നത്തെ ടോപ്പ് എൻഡ്. അതെ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ? കിലോമീറ്റർ 1.24 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം. ഡീസൽ അല്ല വരുന്നത്? ഡീസൽ ഇസ്റ്റർ എല്ലാം പക്കല്ല വരുന്നത്? എല്ലാം പക്കയാണ്. എത്ര രൂപ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മള് നിലവിലുള്ള ഒരു ഓഫർ ഫൈനൽ പ്രൈസ് 6,90,000 രൂപ. 6,90,000 ഫൈനൽ പ്രൈസ് ആണ്. ഒരു ഓഫർ പ്രൈസ് ആട്ടോ. ഏകദേശം ഒരു 19 രൂപ വേണ്ടി ഇറക്കാൻ പറ്റുമോ? ഏകദേശം ഒരു 1 lakh ഉണ്ട് ഇറക്കാം. 1 lakh ഉണ്ടെങ്കിൽ സുഖമായിട്ട് വേണ്ടി ഇറക്കാം. അടുത്തൊരു 7 സീറ്റർ നമുക്ക് ടോക്കൺ ആയതാണ്. ടോക്കൺ ആയ ഇത് നമുക്കൊരു Audi A4 ഇല്ല 2012 ഒരു കളറിന് ഒരു ഹൈലൈറ്റ് ആണ്. എസ് ലൈൻ ആണ് ഇതിന്റെ ടോപ്പ് എൻഡ്. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നിലവിൽ എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? അതർ സ്റ്റേറ്റ് വെഹിക്കിൾ ആണ്. കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 1.15. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. നമ്മൾ വിത്ത് NOC നമ്മൾ ആവശ്യപ്പെടുന്ന റേറ്റ് 6,90,000. ചെറിയൊരു പ്രൈസിന് നമുക്ക് നിലവിൽ ഇപ്പൊ ഒരു സ്വിഫ്റ്റ് മാറ്റം വരുത്തി നമുക്ക് കൊടുക്കാൻ ചെയ്യാം. അപ്പൊ വന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തരും ചെയ്യും. അത് നമുക്ക് ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത്തും യാത്രാ കംഫർട്ടും ഫീച്ചേഴ്സും നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് MG ഹെക്ടർ. അത് നമുക്ക് 5 സീറ്ററിലെ ഏറ്റവും ടോപ്പ് എൻഡ് ഷാർപ്പ് ഇല്ല. എങ്ങനെയായിരുന്നു മോഡൽ? ഷാർപ്പ് ഓപ്ഷൻ വരുന്ന 2019 വാഹനം. 19 വാഹനമാണ്. പെട്രോൾ ആണ്. ഫുള്ള് പനോരമിക് റൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വാഹനം. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? ഇത് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 1,00,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇത് നമുക്കൊരു ബെസ്റ്റ് പ്രൈസിൽ ഓഫർ പ്രൈസിൽ നമുക്ക് കൊടുക്കാം. അത് 9,95,000 രൂപ. 9,95,000. മാക്സിമം ട്രാക്കിന്റെ ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്ത ഇനി ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ഒരു 2 കിടക്കാജി വാഹനങ്ങൾ. ഇത് അത്യാവശ്യം നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 3.5 ലക്ഷം രൂപ ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2013 4x4 2013 മോഡൽ. AC പവർ സ്റ്റിയറിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇതിന്റെ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോം ഒക്കെ ഫുൾ അലുമിനിയം കോട്ടിംഗ് ഫുൾ ചെയ്താണ്. അഡീഷണൽ ആയിട്ട് അതിന്റെ മേലെ ചെയ്താണ്. എത്ര രൂപ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമ്മള് 4 ഫുൾ ബട്ടൺ ടയേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്താണ്.
നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 6.5 ലക്ഷം ചോദിക്കുന്നുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ആയി കൊടുക്കാം. കൊടുക്കാം. പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് അല്ല? എല്ലാം ഫിറ്റ്. സിംഗിൾ ഓണർഷിപ്പ് ആട്ടെ. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അടുത്ത് വീണ്ടും നമുക്കൊരു ഒരു അൾട്രൊക്കെ ചെയ്തിട്ടുള്ള ഒരു കിഡ്ലം വണ്ടിയാണ്. 2003 മഹീന്ദ്ര മാർഷൽ. പക്ക അൾട്രേഡ് ചെയ്തിട്ടുള്ള വാഹനമാണ് അല്ലേ? ബാംഗ്ലൂർ മോഡലിലേക്ക് ഫുൾ വർക്ക് എടുത്ത വണ്ടിയാണ്. എങ്ങനെയായിരുന്നു? ഹൈറ്റ് ഒക്കെ കൂട്ടിയിട്ട് 4 ഫുൾ ബട്ടൺ ടയേഴ്സ്. 2030 വരെ പേപ്പർ ഉണ്ട്. 5 വർഷത്തേക്ക് ഫുൾ പേപ്പേഴ്സ് എടുത്താം. പുതിയ ഇൻഷുറൻസ് എല്ലാ കാര്യങ്ങളും 4x4 ഒറിജിനൽ 4x4 ആണ്. എത്ര ചോദിക്കുന്നത്? നമ്മള് 4.5 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും അഡ്ജസ്റ്റ് കൊടുക്കാം. ചെറിയൊരു പ്രൈസിന് നമുക്ക് വണ്ടി ഉണ്ടാവും. AC പവർ സ്റ്റിയറിംഗ് കേട്ടോ. പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒറിജിനൽ AC പവർ സ്റ്റിയറിംഗ് കയറ്റിയിട്ടുണ്ട് കേട്ടോ. കയറ്റിയതാണ്. 4x4 തന്നെ വരുന്ന 4x4 വരുന്ന. അത് നമുക്ക് ഡെയിലി യൂസിന് ഏകദേശം ഒരു 20-22 മൈലേജും അത് എന്നാൽ നമുക്ക് കംഫർട്ടിൽ കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡീസൽ ഓട്ടോമാറ്റിക്. വാഹനത്തിന്റെ ഹൈലൈറ്റ് ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്. എങ്ങനെയാണ് ഫസ്റ്റ് ലുക്ക് മോഡൽ? നമ്പറായ വണ്ടിയാണ്. ഇതൊരു ഓഫർ പ്രൈസ് 2018 VDI. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 1,10,000 കിലോമീറ്റർ ഓട്ടം. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഫൈനൽ പ്രൈസ് 5 ലക്ഷം രൂപ. ഓഫർ പ്രൈസ് 5 ലക്ഷം രൂപ. നിലവിൽ കേരളത്തിൽ BG ഫാൻസി നമ്പറൊക്കെ അടക്കം കേരള നമ്പർ ആയിട്ടുള്ള 7666 ഫാൻസി നമ്പറിൽ വണ്ടിയാണ്. എത്ര? 5 ലക്ഷം രൂപ. 5 ലക്ഷം. 19 രൂപ വണ്ടി ഇറക്കും ചെയ്യാലോ? എങ്ങനെ? 19 രൂപ വണ്ടി ഇറക്കും ചെയ്യാലോ? ഒരു 75 രൂപ ഇറക്കാം. അത് ചെറിയൊരു ബഡ്ജറ്റിൽ അത്യാവശ്യം വലിയൊരു സ്പേഷ്യസ് ആയ ഒരു വാഹനം നോക്കുന്നവർക്ക് ടയോട്ടന്റെ ഒരു എത്തിയോസ്, കാരണം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ്. ഒറിജിനൽ കേരള 2012 സ്കേറ്റിംഗ് കാര്യങ്ങളെല്ലാം അഡീഷണൽ എല്ലാം വരുന്ന ഒരു വാഹനമാണ്. ഒന്നുമില്ല. ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരു വാഹനം. തീർച്ചയായിട്ടും 2 ലക്ഷം കിലോമീറ്റർ ഓട്ടോ. 2 ലക്ഷം കിലോമീറ്റർ അല്ല? എത്ര രൂപ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മള് നെറ്റ് ഒരു ഓഫർ പ്രൈസ് ആണ് നിലവിൽ ഒരു ഓഫർ ഒറ്റ വില ഇട്ടുള്ളത് 2,95,000 രൂപ. 2,95,000. ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഒരു 2 ലക്ഷം വരെ ലോൺ കൊടുക്കാം. 90 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്ത തവണ നമുക്ക് വീണ്ടും ഡെയിലി യൂസിന് മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. സിറ്റി അത്യാവശ്യം നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. ഇതിൽ 4th ജെൻ ആണ്. അത് നമുക്ക് ഗ്രേ ഫിനിഷിംഗിലെ S ഓപ്ഷനിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. അത് നമുക്ക് അലോയ്സ്, ക്രൂസ് കൺട്രോള്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം. ഏകദേശം മൈലേജ് ഡീസലല്ല ഡീസലാണ്. ഏകദേശം ലോങ് ഡ്രൈവിൽ 24 വരെയൊക്കെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡൽ? 2017 ഓപ്ഷൻ അതർ സ്റ്റേറ്റ് ബൈക്കുകളാണ്. വിത്ത് NOC നമ്മൾ ആവശ്യപ്പെടുന്നത് 5,30,000 രൂപ. എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കാം. ചെറുതായിട്ട് എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കാം. അപ്പോൾ ചെറിയ പ്രൈസിൽ നമുക്ക് നമ്പറൊക്കെ ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഡെയിലി യൂസിന് നമ്പറാക്കാൻ അഡീഷണൽ പേയ്മെന്റ് വേറെ കൊടുക്കേണ്ടി വരും. 5,70 അല്ലേ? 5,70 അല്ല 5,30 വിത്ത് NOC. ഓൾറെഡി NOC എടുത്തിട്ടുണ്ട്. അപ്പൊ നേരെ നമുക്ക് 6 പേരിലേക്ക് അടച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം. നമുക്കൊരു നിസാന്റെ മൈക്കർ. അത് ഡീസലാണോ അതോ പെട്രോൾ ആണോ? പെട്രോൾ XL 2018 മോഡൽ. ഏറ്റവും ടോപ്പിന് തട്ട് താഴെയുള്ള മോഡലാണ്. നല്ല ബോഡി കാര്യങ്ങളെല്ലാം നല്ല നീറ്റ് ഉള്ള വണ്ടിയാണ്. പൊതുവെ മെയിൻ്റെനൻസും വളരെ കുറവാണ്. ഒരു 15 മൈലേജ് പ്രതീക്ഷിക്കാം. 14-15 റീപ്ലേസ് ഒന്നുമില്ല. ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെ കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുള്ളത്? ഇത് 64,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര രൂപ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് ഇതൊക്കെ ഒരു ഓഫർ പ്രൈസ് ആണ്. 3.5 ലക്ഷം രൂപ. 3.5 ലക്ഷം രൂപ. 2018 ആട്ടോ. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഏകദേശം ഒരു 50-60 രൂപ ഉണ്ടെങ്കിൽ ചെയ്യാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇതിന് വീണ്ടും ഒരു സിറ്റി തന്നെയാണ്. നേരത്തെ പരിചയപ്പെടുന്നത് തൊട്ട് മുമ്പത്തെ ഒരു ജനറേഷന് ഡീസൽ ആണല്ലേ വരുന്നത്? ഡീസൽ നല്ല ഫാൻസി ഒറിജിനൽ കേരള വണ്ടി. 2016 ഓപ്ഷൻ ആട്ടോ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ ഓടിക്കുള്ള 1.15. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. സെക്കൻഡ് ഓൺഷിപ്പ് അല്ല മൂന്നാമത്തെ ഓൺഷിപ്പ്. ഇന്ത്യയിലൊക്കെ നല്ല അത്യാവശ്യം കിടുവാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, ക്രൂസ് കൺട്രോൾ. ഒരു 23-24 കിലോമീറ്റർ മൈലേജ് കിട്ടും. അപ്പൊ ഡെയിലി യൂസിന് മൈലേജ് ഒക്കെ ചെയ്യുന്ന സംബന്ധിച്ച് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മള് 5,90,000 രൂപ. 5,90 അല്ലേ? എന്തെങ്കിലും ചെറുതായിട്ട് മാറ്റം വരുത്തി കൊടുക്കും ചെയ്യാം. ദെൻ വീണ്ടും നമുക്കൊരു ചെറിയൊരു പ്രൈസിനൊരു SUV ടൈപ്പിലൊരു വാഹനം നോക്കുന്ന ഫാമിലിക്ക് ഏകദേശം ഒരു ഡെയിലി യൂസിനൊക്കെ നോക്കുമ്പോൾ മൈലേജ് ഒരു 18-20 മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു റെനോയുടെ കിഡാണ്. മോഡൽ കാര്യങ്ങൾ ഇത് RX ഓപ്ഷൻ വരുന്നത് 2016 മോഡൽ, 17 രജിസ്ട്രേഷൻ. ഓക്കെ. ഇത് നമ്മള് 2.10 നിലവിൽ വിലയിട്ടുള്ളത്. ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓണ് എന്തായാലും കിട്ടൂല. എന്തായാലും നമുക്കൊരു 1.25 റുപ്യക്ക് ലോൺ എടുക്കാം. ഒരു 40-50 താഴെ സുഖമായിട്ട് നമുക്ക് വണ്ടി ചെയ്യാം. ഒരു ബൈക്കിന്റെ EMI ഒക്കെ വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു ബൈക്ക് എന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് 2 രൂപ നമുക്ക് ഫയൽ കിട്ടിയാൽ കൊടുക്കും ചെയ്യാലോ. ഇതിന് വീണ്ടും നമുക്കൊരു കിട്ടുന്ന SUV ആണ്.
റെനോ ഡസ്റ്റർ. ഇത് 85 ആണോ അതോ 110 ആണോ വരുന്നത്? ഇത് 110 എഞ്ചിന് 110 RST. RST അല്ലേ? മാനുവൽ തന്നെയല്ലേ? RXZ വരിക. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. അതായത് നമുക്ക് പൊതുവെ 110 ചൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഓട്ടോമാറ്റിക്കലി നമുക്ക് പിന്നെ ശരിക്കും 110 മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു മോഡലിലൊക്കെ വല്ലാണ്ട് നമുക്ക് കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല അല്ലേ? കുറവാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 RXZ ഓപ്ഷന് 1,40,000 കിലോമീറ്റർ ഓട്ടം. ഓക്കെ. അതിൽ നമുക്ക് കൊടുക്കുന്ന ഒരു ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5,85,000 കൊടുക്കാം. 5,85,000 മാക്സിമം ലോണും ചെയ്യാം. മാക്സിമം ഒരു 5 ലക്ഷം വരെ ലോണും ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്കൊരു US ബ്രാൻഡിലൊക്കെ ഒരു പ്രീമിയം ലെവലിലൊരു ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത്യാവശ്യം നമുക്ക് നല്ല പെർഫോമൻസും യാത്ര കംഫർട്ടൊക്കെ കിട്ടുന്ന ഒരു വാഹനമാണ് ജീപ്പ് കോമ്പസ്. അതെ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 18 മോഡൽ 19 രജിസ്ട്രേഷൻ. സ്പോർട്ട് ഓപ്ഷൻ വരുന്നത് മാനുവൽ, ടു വീൽ മാനുവൽ സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനം കേട്ടോ. ഫാൻസി നമ്പറിൽ നമ്മൾ ഇവിടെ തന്നെ തിരൂരങ്ങാട് രജിസ്ട്രേഷൻ ഇറങ്ങിയതാണ്. 1,50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഡീസൽ വണ്ടി 1,00,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം. 8.25 ലക്ഷം രൂപ. 8.25 ലക്ഷം രൂപ ഫുൾ ലോൺ കേട്ടോ. ഇതാണ് ഒരു പ്രീമിയം വെഹിക്കിൾ നോക്കുന്നവർക്ക്. ബെൻസ് ഇത് ക്ലാസ് ക്ലാസ് 220. ഈ ക്ലാസ് 220 ഏതാണ് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ്. മൈലേജ് ഉണ്ടാവും. കിട്ടും. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഹാൻഡ് ഷിഫ്റ്റ് ആട്ടത്. ഹാൻഡ് ഷിഫ്റ്റ് ആണ് വരുന്നത്. ഫേസ് ലിഫ്റ്റ് ന്യൂ ഷേപ്പിലേക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്യുന്ന അങ്ങനെ ചെയ്യാൻ പറ്റും. ഹാൻഡ് ഷിഫ്റ്റ് ആയതുകൊണ്ട് അവർക്ക്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 80,000 കിലോമീറ്റർ. എത്ര ഓൾറെഡി NOC എടുത്തിട്ടുണ്ട് കേട്ടോ. മലപ്പുറം തിരുവങ്ങാടിയിലേക്ക് NOC എടുത്തിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടിയില്ല. ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ്. എത്ര ഫസ്റ്റ് ലുക്ക് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ 8,90,000 രൂപ. 8,90,000 അല്ലേ? അതായത് നിലവിൽ നമുക്ക് ഹാഷ് ബാഗിന്റെ പ്രൈസിനൊക്കെയാണ് ബെൻസ് ഒക്കെ ഉണ്ടാവാൻ പറ്റുന്നത്. അത് നമുക്ക് 8,90,000 ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്. അത് നമുക്ക് ഹാൻഡ് ഷിഫ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനമാണ്. ഇത് നമുക്ക് വീണ്ടും ഒരു നല്ല ഒരു ഫോർഡിന്റെ വാഹനം, അത് സ്പേഷ്യസ് ആയ ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 മോഡൽ. 2018 ടൈറ്റാനിയം. ഡീസലാണ് പെട്രോൾ ആണ്? പെട്രോൾ. മൈലേജ് അത്യാവശ്യം മൈലേജ് 14 കിലോമീറ്റർ എന്തായാലും 14-15. പക്ഷെ ഇത് ബോഡി ക്വാളിറ്റി വെയിറ്റ് ഒക്കെ അത്യാവശ്യം നല്ല വരുന്നുണ്ട്. അതേപോലെ നല്ല സ്പേഷ്യസ് ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ബസ്സിലൊക്കെ? ഇത് 53,000 കിലോമീറ്റർ. 53,000 കിലോമീറ്റർ അല്ലേ? ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. അത്യാവശ്യം നല്ല ടൈസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടൈറ്റാനിയാണ്. അത്യാവശ്യം എല്ലാ കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഒരു വാഹനം. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് 3,95,000 രൂപ. 3,95,000 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഏകദേശം ഒരു 3-3.25 വരെ ലോൺ കൊടുക്കാം. 3-3.25 10-65 ലോൺ കൊടുക്കാം. സുഖമായിട്ട് കൊടുക്കാം അല്ലേ? അപ്പോൾ ഫോർച്യൂണർ നേരത്തെ നമ്മൾ 90 പരിചയപ്പെടുന്ന അതേ സെയിം നമ്പറിൽ തന്നെ വരുന്ന ഒരു വീണ്ടും ഒരു വാഹനം. ഇതെങ്ങനെയായിരുന്നു ബസ്സിലൊക്കെ ഡീറ്റെയിൽസ് വരുന്നത്? 12 ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. 2012 മാനുവൽ വേണ്ടവർക്ക് മാനുവൽ ഉണ്ട്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ളത്. NOC കൊടുത്തിട്ടുണ്ട്. നാളെ മറ്റന്നാൾ NOC കിട്ടും. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? നമ്മൾ നമ്പർ ആക്കിയിട്ടാ കൊടുക്കാട്ടോ. എത്ര നമ്പർ ആക്കിയിട്ട് നമ്മൾ 13,000 രൂപ ചോദിക്കുന്നത് എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കാം. അപ്പൊ 13,000 നമ്പർ ആക്കിയിട്ട് 2 വീൽ ഓട്ടോമാറ്റിക്കില് 2012 മോഡൽ. അതെ. ഇത് വന്ന കണ്ടീഷനിലാണുള്ളത്. ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നമ്പറൊക്കെ ആക്കിയിട്ട് നമ്മള് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എത്തിയോസ് ലീവ നോക്കുന്നവർക്ക് 2016 ഒറിജിനൽ കേരള 1,00,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. മെയിൻ ക്ലാസ്സിൽ ശരിയിൽ പൊട്ടുണ്ട്. 4 ഫുൾ ബട്ടൺ ടയേഴ്സ്. പ്ലാറ്റിനം ടൈപ്പ് ആണ്. സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള 2016. എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനത്തിന്? നമ്മൾ ആവശ്യപ്പെടുന്ന റേറ്റ് 5 ലക്ഷം രൂപയാണ്. എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കാം. ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും? ഇതിൽ ഏകദേശം 4-4.5 രൂപ ലോൺ കൊടുക്കാം. ലോൺ 10-25 രൂപ വേണ്ടി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ചെയ്യാൻ പറ്റും. ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ. ഇനി ഒന്നുകൂടെ ചെറുവാഹനങ്ങളിലേക്ക് തന്നെയാണ് വീണ്ടും പോകുന്നത്. ഒരു സെലേറിയോ. ഇത് മാനുവൽ ആണോ അതോ ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. പെട്രോളില് ഓട്ടോമാറ്റിക് നോക്കുന്ന സെലേറിയോ അത്യാവശ്യം മൈലേജും നല്ല യാത്രാ കംഫർട്ട് ഒക്കെ കിട്ടുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2015 മോഡൽ 16 രജിസ്ട്രേഷൻ. 15 മോഡൽ 16 രജിസ്ട്രേഷൻ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഓടിയിട്ടുള്ള 50 കിലോമീറ്റർ. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒറിജിനൽ കേരള വണ്ടി. ഡിക്ക് റീപ്ലേസ് ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വാഹനം. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമ്മള് റേറ്റ് ഇട്ടുള്ളത് 3,30,000 3,30,000 രൂപ. 3,30,000 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും? ZXA കേട്ടോ. അതിന്റെ ഏറ്റവും ടോപ്പിലോട് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും? ഏകദേശം ഒരു 40 രൂപ ഇറക്കാം. സുഖമായിട്ട് വേണ്ടി ഇറക്കാം. ഇതൊരു വീണ്ടും ഒരു പ്രീമിയം വെഹിക്കിൾ ആണ്. Audi Q3 അല്ലേ? അതെ. 2014-15 രജിസ്ട്രേഷൻ. നമ്മളൊരു 9.25 രൂപ ആവശ്യപ്പെടുന്നുണ്ട്. NOCയിൽ എന്തെങ്കിലും കുറച്ച് കൊടുക്കുമ്പോൾ പേപ്പറൊക്കെ ആയാലും ആണെങ്കിൽ നമുക്ക് ലോണൊക്കെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി ഇവിടെ നമുക്ക് അത്യാവശ്യം കളക്ഷൻസ് പരിചയപ്പെട്ടു. ഇനി വീണ്ടും നമുക്ക് സിറ്റികളാണ്. നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. വീണ്ടും ഒരു വാഗണർ തന്നെയാണ്. നേരത്തെ നമ്മളൊരു CNG പരിചയപ്പെടും. ഇത് നോർമൽ തന്നെയല്ലേ വരുന്നത്? ഫസ്റ്റിലൊക്കെ
10 മോഡൽ 10 മോഡൽ ഫുൾ പേപ്പർ എടുത്താൽ ന്യൂ ടാക്സ് ന്യൂ ഇൻഷുറൻസ് 2030 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. LXi ആണ് വരുന്നത്. LXi AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ, ടയർസ് കാര്യങ്ങൾ ഒരു അപ് ടു 90-95%. 97,000 കിലോമീറ്റർ ഓട്ടം. എത്ര ചോദിക്കുന്നുണ്ടല്ലോ ഈ വാഹനത്തിന്? നമുക്ക് 2 ലക്ഷം രൂപ കൊടുക്കാം ഫൈനൽ. 2 ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കാൻ പറ്റും. ചെറിയൊരു പ്രൈസിന് നല്ലൊരു ഏകദേശം ഒരു 20,000 രൂപ മുടക്കിയിട്ട് ഇപ്പോൾ ഫുൾ പേപ്പർ എടുത്താണ്. അപ്പൊ 30 വരെ പേപ്പർ കാര്യങ്ങൾ, 30 വരെ ഫുൾ പേപ്പർ ഉണ്ട്. പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് വീണ്ടും നമുക്ക് സെലേറിയ നേരത്തെ നമ്മൾ പരിചയപ്പെട്ടതിന്റെ ഒരു ഫേസ് ലിഫ്റ്റ് ആണ് വന്നിട്ടുള്ളത്. ഇത് 18 മോഡൽ, 18 കർണാടക രജിസ്ട്രേഷൻ ആണ്. അതർ സ്റ്റേറ്റ് വെഹിക്കിൾ. ഓക്കെ, ഓട്ടോമാറ്റിക് തന്നെയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 68,000 കിലോമീറ്റർ. 68,000 കിലോമീറ്റർ അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? എങ്ങനെ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? മെയിൻ ക്ലാസ് ബോണ്ട് റീപ്ലേസ് ഉണ്ട്. ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന റേറ്റ് 3,15,000 രൂപ. 3,15,000 നെറ്റ് ഓഫർ, നെറ്റ് പ്രൈസ്. നെറ്റ് പ്രൈസ്. വീണ്ടും നമുക്കൊരു സിറ്റി തന്നെയാണ് വൈറ്റ്. അതെ, സിറ്റി നമുക്കൊരു 3 ഉണ്ട് പല കളറിലായിട്ട്. ഹോണ്ട സിറ്റി 3 നമ്മൾ. എങ്ങനെയായിരുന്നു? ഡീസൽ തന്നെ വരുന്നത്? ഡീസൽ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2015. കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 95,000 കിലോമീറ്റർ. ഓക്കെ, അതർ സ്റ്റേറ്റ് നമ്പർ ആയ വാഹനം കേട്ടോ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 4,60,000 രൂപ. 4,60,000 ഒരു ബെസ്റ്റ് പ്രൈസിനും ഉണ്ടാവും. 1 ലക്ഷത്തി ആയാലും വണ്ടി ഇറക്കാം അല്ലേ? നമുക്ക് 1 lakh ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോൺ ചെയ്തു ലോൺ ചെയ്യാം. വീണ്ടും നമുക്ക് അഗൈൻ ഒരു പിന്നെ ബെൻസ് തന്നെയാണ് വരുന്നത്. ഇത് ഏത് ക്ലാസ് ചെയ്തായിരുന്നു? സി ക്ലാസ്, C200 പെട്രോൾ. ഒന്നുകൂടെ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ആയിരുന്നു? ഇത് 2012. നമുക്കൊരു 7,000 റുപ്യ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും അഡ്ജസ്റ്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചെറിയൊരു സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ കാണിക്കുക അങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഓഫറിൽ മാക്സിമം കുറച്ചുകൂടെ റേറ്റുകളാണ് നമ്മൾ പരിചയപ്പെട്ട്. റിയൽ മോട്ടോഴ്സിലായിരുന്നു. അപ്പോൾ നമുക്ക് ഏത് റേഞ്ചിലുള്ള വാഹനങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വേങ്ങരയിൽ നിന്ന് മലപ്പുറം റൂട്ടിലായിട്ട് നമ്മൾ കുച്ചാളൂരാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഫസ്ലുക സൈനിങ് ഓഫ്.